ഹായ്, ഇന്ന് നമ്മൾ മദ്യക്കുപ്പി കൊണ്ട്, അതായത് ഒഴിഞ്ഞ മദ്യക്കുപ്പി, ഇത് ഹാഫിന്റെ ബോട്ടിലാണ്, പ്ലാസ്റ്റിക് ബോട്ടിൽ. അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഒരു കിടിലൻ ഐറ്റംസ് ഉണ്ടാക്കുന്നത്. വളരെ ഒരുപാട് ഉപയോഗങ്ങൾ നമുക്ക് നടക്കുന്ന ഒരു ഐറ്റംസ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതായത് നമുക്ക് കിച്ചണിൽ, അതേപോലെ ബെഡ്റൂമിൽ, ഡൈനിങ് ഹാളിൽ, എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു കിടിലൻ ഐറ്റംസ് ആണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ അതെന്താണ് നിർമ്മിക്കുന്നത് നോക്കാം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക്. ഇതേപോലെയുള്ള 30 മദ്യക്കുപ്പികളാണ് നമ്മൾ എടുത്തത്. ഇത് നന്നായിട്ട് കഴുകി ഇതിൻ്റെ മുകളിലുള്ള സ്റ്റിക്കറൊക്കെ ഒഴിവാക്കി നമ്മൾ കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഇതേപോലെ 3 ഷീറ്റുകളാണ്. ഇത് നമ്മൾ പ്ലൈവുഡ് ഷീറ്റാണ് എടുത്തത്. ഇത് നമ്മളൊരു ഷീറ്റ് കട്ട് ചെയ്തെടുത്തതല്ല, 2 ഷീറ്റ് ചേർത്ത് ഒട്ടിച്ചെടുത്തതാണ്. അപ്പോൾ അത് നമ്മൾ നീളം കണക്കാക്കുന്നത് ഇതേപോലെ ബോട്ടിലുകൾ വെച്ച് നോക്കിയിട്ടാണ്. 9 ബോട്ടിലുകൾ വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ നീളം അളവെടുത്ത് കട്ട് ചെയ്തെടുക്കുന്നത്. അതേപോലെ തന്നെ 3 ബോട്ടിലുകളുടെ വീതിയാണ് നമ്മൾ ഇതിനായിട്ട് എടുത്തത്. അപ്പോൾ അതെ, ഇത് 2 പീസാണ്. അപ്പോൾ നമ്മൾ കട്ട് പീസ് വീട്ടിലുള്ള വേസ്റ്റ് പീസുകളായിരുന്നു. അത് നമ്മൾ ഇതേപോലെ എടുത്താണ് ഇത് നമ്മൾ ഒട്ടിച്ച് ഒരു പീസാക്കി എടുക്കുകയാണ് നടുഭാഗത്ത്. ഇത് നമ്മൾ ഗ്ലൂ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ സൈഡൊക്കെ ഒരു റൗണ്ട് ഷേപ്പിലാണ് വരുന്നത്. അത് അതേപോലെ തന്നെ വന്ന കട്ട് പീസായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ തന്നെ ഉപയോഗിക്കുകയാണ്. അതങ്ങനെ വേണമെന്നില്ല, നേരെയുള്ള പീസും നമുക്ക് എടുക്കാം. അപ്പോൾ ഇതിൻ്റെ വേറെ അതേപോലെ തന്നെ വേസ്റ്റ് പീസുകൾ ഇതിൻ്റെ അടിയിൽ ഒട്ടിച്ചിട്ടാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത്. ഇതേപോലെ നമ്മൾ ഗമ്മ്, അതായത് ഫെവിക്വിക്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ഒട്ടിക്കുന്നത്. ഇത് ഫെവിക്വിക്ക് അല്ലാതെ നമുക്ക് ഫെവിക്കോളിൻ്റെ തന്നെ വുഡ് കിക്ക് ഉപയോഗിച്ചിട്ടും നമുക്ക് ഇതേപോലെ ഒട്ടിക്കാം. നല്ല സ്ട്രോങ് പശ തന്നെയാണ് അതും. ഇതേപോലെ നമ്മളൊരു ഷീറ്റാക്കി എടുത്തു. ഇതേപോലെ 3 ഷീറ്റാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ 3 ഷീറ്റ് നമ്മൾ റെഡിയാക്കി എടുത്തു. ഇത് നമുക്ക് പ്ലൈവുഡ് തന്നെ വേണമെന്നില്ല, കാർഡ്ബോർഡും നമുക്ക് ഇതേപോലെ ഉപയോഗിക്കാം. 2ഓ 3ഓ ഷീറ്റ് ഒരുമിച്ച് വെച്ച് ഒട്ടിച്ച് നമുക്ക് റെഡിയാക്കി എടുക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ വക്ക് ഭാഗവും ഇതേപോലെ റൗണ്ട് ഷേപ്പിൽ വരണമെന്നില്ല, ലെവലിൽ തന്നെ എടുത്താൽ മതി. ഇത് നമ്മൾ അതേപോലെ വന്ന പീസ് ആയതുകൊണ്ടാണ് എടുത്തത്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ നമുക്ക് ഒരു ഷീറ്റ് ആദ്യം ഇതേപോലെ തറയിൽ വെച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിൽ നമുക്ക് നമ്മുടെ ബോട്ടിലുകൾ ഒട്ടിച്ചു കൊടുക്കാം. പ്ലൈവുഡിൽ നമ്മുടെ ഫെവിക്വിക്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഒട്ടിക്കുന്നത്. ഇത് ഫെവിക്വിക്ക് ആണ്, നല്ല ഗമ്മാണ്. അതല്ലാതെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഫെവിക്കോളിൻ്റെ തന്നെ വുഡ് കിക്ക് ഉണ്ട്, അത് ഉപയോഗിച്ചിട്ടും നമുക്ക് ഇതേപോലെ ഒട്ടിക്കാം. അപ്പോൾ അതായത് ഒരു ബോട്ടിലിൻ്റെ മുകളിൽ ഗമ്മാക്കിയിട്ടും അതേപോലെ തന്നെ പ്ലൈവുഡിൽ ഗമ്മാക്കിയിട്ടൊക്കെ നമുക്ക് ഒട്ടിക്കാം. അപ്പോൾ ഈ പ്ലൈവുഡിൽ ഇതേപോലെ ഗമ്മ് തേച്ച് ഒട്ടിക്കുന്നതാണ് കൂടുതൽ എളുപ്പമായിട്ട് എനിക്ക് തോന്നിയത്. അടിഭാഗത്ത് ഗമ്മ് അപ്ലൈ ചെയ്ത് ബോട്ടിൽ ഒട്ടിച്ചതിന് ശേഷം നമുക്കിത് ഈ 2 ബോട്ടിലും ചേരുന്ന ഭാഗത്ത് മുകൾ ഭാഗത്ത് ഇതേപോലെ ഗമ്മ് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതേപോലെ നമുക്ക് ഇതിൻ്റെ പുറക് സൈഡ് അതേപോലെ 2 സൈഡ് ഭാഗങ്ങളും നമുക്ക് ബോട്ടിൽ മുഴുവനായിട്ടും ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഒരു സൈഡ് നമ്മൾ ബോട്ടിൽ ഒട്ടിച്ച് കഴിഞ്ഞു. 9 ബോട്ടിലാണ് നമ്മൾ ഇത് ഒരു സൈഡിലേക്കായിട്ട് എടുത്തത്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് ഭാഗത്ത് ഒട്ടിക്കാം. അത് നമ്മൾ 3 ബോട്ടിൽ, 2 ബോട്ടിലിൻ്റെ വീതി, പിന്നെ ഒരു ബോട്ടിൽ നമ്മൾ മുൻഭാഗത്തേക്ക് സൈഡിലേക്ക് മടക്കി എന്ന രീതിയിൽ നമ്മൾ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 സൈഡിൽ നമ്മൾ അതേ രീതിയിൽ ഒട്ടിക്കുന്നുണ്ട്. മുൻഭാഗം അപ്പോൾ നമുക്ക് ഇതേപോലെ നിൽക്കും. അപ്പോൾ നമ്മൾ ബോട്ടിലുകളൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞു. കറക്റ്റ് എല്ലാ ബോട്ടിലും ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ഷീറ്റ് ഇതിൻ്റെ മുകളിൽ ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഇത് നമ്മൾ അടിയിൽ വെച്ച ഷീറ്റിൻ്റെ അതേ കറക്റ്റ് തന്നെ മുകൾ ഭാഗത്തും നമുക്ക് ഈ ഷീറ്റ് വെച്ച് കൊടുക്കാം. ബോട്ടിലിൻ്റെ മുകളിൽ, അതായത് നമ്മുടെ ടോപ്പിൻ്റെ മുകളിൽ നമുക്ക് ഗമ്മ് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ ഷീറ്റ് ഇതേപോലെ വെച്ച് കൊടുത്താൽ മതി. ഒരു 3-4 സെക്കൻഡ് നമ്മൾ ഇതേപോലെ അമർത്തി പിടിക്കുമ്പോഴത്തേക്കും ഇത് നന്നായിട്ട് ഒട്ടിക്കോളും. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലും നമ്മൾ താഴെ ചെയ്തതുപോലെ തന്നെ അടിഭാഗത്ത് ചെയ്തതുപോലെ തന്നെ നമുക്ക് ബോട്ടിലുകൾ ഒട്ടിച്ചു കൊടുക്കാം.
അപ്പോൾ അതാ രണ്ടാമത്തെ തട്ടിൻ്റെ മുകളിലും നമ്മൾ ബോട്ടിലുകൾ ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി നമുക്കിതിന് മൂന്നാമത്തെ തട്ട് വെച്ച് കൊടുക്കാം. അത് ടോപ്പ് ഭാഗം ഇതേപോലെ, അതും നമ്മൾ മുൻപ് ചെയ്തതുപോലെ തന്നെ ടോപ്പിൻ്റെ മുകളിൽ ഗം അപ്ലൈ ചെയ്ത് ഇതേപോലെ കറക്റ്റിൽ നമ്മൾ അടിഭാഗത്ത് വെച്ച് അതേ ലെവലിൽ തന്നെ നമുക്ക് ഈ ഷീറ്റ് മുകളിലും വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് തിരിച്ചു വെക്കാം. അടിഭാഗം മുകളിലേക്കായിട്ട് നമുക്ക് തിരിച്ചു വെക്കാം. അപ്പോൾ അത് തിരിച്ചു വെച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിൻ്റെ അതായത് 4 ഭാഗത്തുള്ള അതായത് സൈഡ് ഭാഗങ്ങളിൽ വരുന്ന ബോട്ടിലേക്ക് നമ്മൾ സ്ക്രൂ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ ചെറിയ സ്ക്രൂ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ബോട്ടിലേക്ക് ഇത് ഇതേപോലെ കയറിക്കോളും. 4 ഭാഗത്തും നമ്മൾ ഇതേപോലെ കൊടുക്കുന്നുണ്ട്. 4 ഭാഗത്തും നമ്മൾ സ്ക്രൂ കൊടുത്തു കഴിഞ്ഞു. ഇത് നമ്മൾ തിരിച്ചു വെച്ചതിന് ശേഷം ഇതേപോലെ തന്നെ മുകൾ ഭാഗത്തും 4 ഭാഗത്തും നമ്മൾ അതിൻ്റെ അതായത് ബോട്ടിലിൻ്റെ മൂടിക്കുള്ളിലേക്കാണ് നമ്മുടെ സ്ക്രൂ വരിക. അതേപോലെ തന്നെ 4 ഭാഗത്തുള്ള ബോട്ടിലും നമ്മൾ സ്ക്രൂ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ സ്ക്രൂ കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് വീണ്ടും ഇത് തിരിച്ചു വെക്കാം. അടിഭാഗം മുകളിലേക്ക് വരുന്ന രീതിയിൽ നമുക്ക് തിരിച്ചു വെക്കാം. ഇനി നമുക്കിതിന് കാല് കൊടുക്കണം. ഒരു 4 കാല് നമ്മൾ കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലത്തെ ഒഴിഞ്ഞ ബോട്ടിലാണ് എടുത്തത്. ഇത് നമ്മൾ വേസ്റ്റ് ബോട്ടിലായിരുന്നു. നമ്മൾ വീട്ടിൽ ഉപയോഗശൂന്യമായ ബോട്ടിലുകളാണ്. അപ്പോൾ 4 ബോട്ടിൽ ഒരേപോലെ ഒരേ അളവിലുള്ള 4 ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ബോട്ടിലുകൾ കറക്റ്റിൽ നമ്മൾ 4 ഭാഗത്തും വെച്ചതിന് ശേഷം നമ്മളതിന് ഒരു അടയാളപ്പെടുത്തുന്നുണ്ട്. റൗണ്ടിലൊന്ന് നമ്മളൊരു പേന കൊണ്ട് അടയാളപ്പെടുത്തുന്നുണ്ട്. ഇനി നമുക്ക് ഈ റൗണ്ടിൽ ഗം അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ഓരോ കാലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. നമ്മുടെ ഫെവിക്വിക്ക് തന്നെയാണ് ഇത്. നന്നായിട്ട് നമ്മുടെ ഈ റൗണ്ട് വരച്ചതിൻ്റെ ഉള്ളിൽ നമ്മൾ നന്നായിട്ട് ഗം അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഇതേപോലെ മൂടി അടിഭാഗത്തേക്ക് എന്ന രീതിയിലാണ് നമ്മളിത് ഒട്ടിക്കുന്നത്. മൂടിയാണ് നമ്മൾ നമ്മുടെ പ്ലൈവുഡിൽ ഒട്ടിക്കുന്നത്. ബോട്ടിൽ ഒട്ടിച്ചതിന് ശേഷം നമുക്ക് സൈഡിലും വേണേൽ ഗം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും. അപ്പോൾ നമ്മുടെ 4 കാലുകളും നമ്മുടെ അതായത് 4 ബോട്ടിലും നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞു. ഇതേപോലെ നമുക്ക് ഊരിയെടുക്കുകയും അതേപോലെ തന്നെ ഫിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഊരിയെടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ മൂടിക്കുള്ളിൽ നമുക്ക് സ്ക്രൂ വേണമെങ്കിൽ കൊടുക്കുകയും ചെയ്യാം. പക്ഷേ ഇത് സ്ക്രൂ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല ബലത്തിൽ തന്നെയാണ് ഒട്ടിയത്. അപ്പോൾ നന്നായിട്ട് അത് നിന്നോളൂ. അടർന്നു പോരുന്ന പ്രശ്നമൊന്നും വരുന്നില്ല. ഇനി നമുക്കിത് വീണ്ടും തിരിച്ചു വെക്കാം. മുകൾ ഭാഗത്തേക്ക് തന്നെ നമ്മുടെ റെഡിയായ ഷേപ്പിൽ നമുക്കിത് വെക്കാം. ഇതേപോലെ വെച്ച് കഴിഞ്ഞു. ഇനി നമുക്കിത് നമ്മൾ കുറച്ച് പുട്ടി വാങ്ങിയിട്ടുണ്ട്. ഇത് വെറും ഓപ്ഷനിലാണ്, അതായത് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഞാനിതിൻ്റെ സൈഡൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് ചെയ്യുന്നത് മാത്രം. പുട്ടിയാണ്. ആ പുട്ടിയിലേക്ക് നമ്മൾ ഫെവിക്കോൾ SH നമ്മൾ കുറച്ച് അതിലേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്. പുട്ടിയിലേക്ക് കുറച്ച് ഫെവിക്കോളും ചേർത്തതിന് ശേഷം നമ്മൾ വെള്ളം ചേർത്ത് അത് കുഴച്ചെടുക്കുന്നുണ്ട്. അത് നമ്മൾ പത്തിരിക്ക് അതേപോലെ തന്നെ നമ്മൾ ഈ ചപ്പാത്തിക്കൊക്കെ പൊടി കുഴച്ചെടുക്കുന്ന അതേ രൂപത്തിൽ അത്ര വെള്ളം മാത്രമേ നമ്മളിതിൽ ചേർക്കാം. അതേ രൂപത്തിലാണ് പത്തിരിക്ക് പൊടി കുഴയ്ക്കുന്ന അതേ രൂപത്തിലാണ് നമ്മളിത് കുഴച്ച് റെഡിയാക്കി എടുക്കുന്നത്. ഇനി നമുക്ക് ഈ പുട്ടിയിൽ നിന്ന് ചെറിയ രീതിയിൽ ഉരുളകളാക്കി എടുത്തതിന് ശേഷം ഇതേപോലെ നമ്മുടെ കൈവെള്ളയിൽ വെച്ച് തിരച്ച് നീട്ടിയെടുത്തതിന് ശേഷം നമ്മൾ ഇതേപോലെ ഈ പ്ലൈവുഡിൻ്റെ വക്കിലൂടെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ മുൻഭാഗത്ത് ചെയ്യുന്നില്ല. ബോട്ടിൽ വെച്ച ഭാഗങ്ങളിൽ മാത്രമേ നമ്മൾ ഇതേപോലെ ചെയ്യുന്നുള്ളൂ. ഇതേപോലെ തന്നെ ബോട്ടിലിൻ്റെ മൂടി വരുന്ന ഭാഗത്തും നമ്മൾ ഇതേപോലെ തന്നെ പുട്ടി കൊണ്ട് ഇതേപോലെ പൊതിഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതേപോലെ ഇത് നമ്മൾ 3 തട്ടിനും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ബോട്ടിലിൻ്റെ മൂടികൾ. അപ്പോൾ പുട്ടി മുഴുവനായും നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ കുറച്ച് അതായത് പുട്ടിയിൽ കുറച്ചുകൂടി ഫെവിക്കോൾ ചേർത്ത് ഇതൊന്ന് ലൂസായിട്ട് നമ്മൾ എടുക്കുന്നുണ്ട്. അതായത് നമുക്കൊരു ബ്രഷ് കൊണ്ട് ഇത് റെഡിയാക്കുന്ന ഒരു രീതി. അത് മുകൾ ഭാഗത്ത് നമ്മൾ ആ ഗ്യാപ്പൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് മുകൾ ഭാഗത്ത് ഒരു ബ്രഷ് കൊണ്ട് നമ്മൾ ഇതൊന്ന് ഇതേപോലെ ഒന്ന് മിനുക്കി റെഡിയാക്കി എടുക്കുന്നുണ്ട് മുകൾ ഭാഗം. അപ്പോൾ അതും നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് പുട്ടി ഉണങ്ങണം. ഒരു 2 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മളിതിന് പെയിൻ്റ് അടിക്കുന്നത്.
അപ്പോൾ 2 ദിവസം കഴിഞ്ഞ് പുട്ടി നന്നായിട്ട് ഉണങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 2 ദിവസം വെക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിതിന് പെയിൻറ്റ് അടിച്ചെടുക്കാം. ഇത് ഇതേപോലെ ഏതെങ്കിലും ഒരു കളർ നമുക്ക് എല്ലാ ഭാഗത്തും അടിച്ചെടുക്കാം. ഉൾഭാഗത്ത്, പുറം ഭാഗത്ത്, നമ്മുടെ കാലുകൾക്ക്, ബോട്ടിലുകൾക്ക് എല്ലാം നമുക്ക് എടുത്തെടുക്കാം. ഇത് നമ്മളൊരു മഞ്ഞ പെയിൻറ്റാണ്, യെല്ലോ ആണ് ഉപയോഗിച്ചത്. ഏത് കളറും നമുക്ക് തിരഞ്ഞെടുക്കാം. ഇനി നമ്മളിത് ഇതേപോലെ അടിച്ചതിന് ശേഷം ആ മഞ്ഞ പെയിൻറ്റ് ഉണങ്ങിയതിന് ശേഷം ഇതേപോലെ നമ്മളൊരു ചുവന്ന പെയിൻറ്റ് കൊണ്ട് ബഡ്സ് ഉപയോഗിച്ച് ഇതേപോലെ ഒന്ന് കുത്തുന്നുണ്ട്. ഇത് മുകൾ ഭാഗത്തും ബോട്ടിലിൻ്റെ മുകൾ ഭാഗത്തും കീ ഭാഗത്തും ഇതേപോലെ, അതായത് സെൻറ്റർ ഭാഗം നമ്മൾ ഒഴിവാക്കി പ്ലെയിൻ ആയിട്ട് വെച്ചിട്ടാണ് നമ്മൾ ഇതേപോലെ ഡോട്ടിട്ട് കൊടുക്കുന്നത്. നമ്മൾ ഉൾഭാഗത്തെ തട്ടുകൾക്കൊക്കെ നമ്മൾ ഇതേപോലെ ഒരു വേറൊരു കളർ നമ്മൾ അടിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ബ്ലൂ കളറും നമ്മൾ അടിച്ചു കൊടുക്കുന്നുണ്ട്. മുകൾ ഭാഗത്ത് നമ്മൾ അതേപോലെ തന്നെ ഡോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് ഇനി പെയിൻറ്റ് ഉണങ്ങിയാൽ നമുക്കിത് ഉപയോഗിച്ച് തുടങ്ങാം. അപ്പോൾ നമ്മുടെ സ്റ്റാൻഡ്, അടിപൊളി സ്റ്റാൻഡ്. ഇത് നമുക്ക് പല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഐറ്റംസ് ആണ്. ഇത് നമുക്ക് ടീപ്പോയ് ആയിട്ട് ഉപയോഗിക്കാം, അതേപോലെ തന്നെ കിച്ചണിൽ നമുക്ക് കിച്ചൺ റാക്കായിട്ട് ഉപയോഗിക്കാം, ഇപ്പോൾ ബെഡ്റൂമിലോ ഡൈനിങ് ഹാളിലൊക്കെ റാക്കായിട്ട് ഉപയോഗിക്കാം, അതേപോലെ തന്നെ ഷൂ സ്റ്റാൻഡ് ആയിട്ട് ഉപയോഗിക്കാം, അങ്ങനെ ടീപ്പോയ് ആയിട്ട് ഉപയോഗിക്കാം. അങ്ങനെ പല രീതിയിൽ നമുക്കിത് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു കിടിലൻ ഐറ്റംസ് ആണ്. അപ്പോൾ നമ്മുടെ ഈ ഐറ്റംസ് അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്തെത്തിക്കുക, അതേപോലെ ലൈക്ക് തരിക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ സ്നേഹത്തോടെ ബൈ ബൈ.